നമുക്ക് ഈ ഹസൻ ചേട്ടന്റെ കുളിസീൻ ഒന്ന് കണ്ടാലോ? നമ്മുടെ നാട്ടിൽ ഈ ഇഞ്ചയൊക്കെ വെച്ച് തേച്ചൊരച്ച് കുളിക്കത്തില്ലേ, അതുപോലെ ഏതോ ഒരു ആഫ്രിക്കൻ മരത്തിന്റെ തോലാണെന്ന് തോന്നുന്നു. അപ്പോഴേ ഈ ആഫ്രിക്കൻ ഇഞ്ചയും ബ്ലാക്ക് സോപ്പും കൂടെ വെച്ചിട്ടാണ് പുള്ളിയുടെ കുളി. ഈ പേപ്പറിൽ ഇരിക്കുന്ന സാധനമാണ് ഇവരുടെ ബ്ലാക്ക് സോപ്പ്. അങ്ങനെ പുള്ളി കുളിക്കാൻ വേണ്ടി ഇഞ്ചയൊക്കെ പരുവപ്പെടുത്തുമ്പോഴത്തേനും ഞാൻ തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് ഈ ബ്ലാക്ക് സോപ്പ് എന്താണെന്നൊന്ന് തിരക്കി. ഇത് കണ്ടിട്ട് ഞാൻ ചോദിച്ചേ, ഇത് നമ്മുടെ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് കരിപ്രസാദം വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ. അപ്പം ദേ ഈ ചേച്ചി പറയുക, അതെ ഇത് കരി തന്നെയാണ്. ദേ അപ്പുറത്തോട്ട് കൈ ചൂണ്ടിയിട്ട് ചേച്ചി പറയുവാണ്, ദേ ഈ ഇരിക്കുന്ന സാധനം കരിച്ചുണ്ടാക്കുന്നതാണ് ഈ സോപ്പ്. ഇത് എണ്ണപ്പനയുടെ കൊതുമ്പാണ്. എണ്ണക്കുരുവൊക്കെ വേർതിരിച്ചതിന് ശേഷം അതിന്റെ തൊണ്ട് കരിച്ച് അതിലേക്ക് കുറച്ച് പാമോയിലൊക്കെ ചേർത്താണ് ഈ ബ്ലാക്ക് സോപ്പ് ഉണ്ടാക്കുന്നത്. ഈ കരി സോപ്പ് പതയോന്നറിയണമല്ലോ, അതിനാണ് നമ്മുടെ ഹസൻ ചേട്ടന്റെ കുളിസീൻ എടുക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ തിരിച്ചു ചെന്നപ്പോഴത്തേനും നമ്മുടെ ഹസൻ ചേട്ടൻ പിറന്ന പടി നിന്നിട്ട് പറയുക, വീഡിയോ എടുത്തോളാം. അങ്ങനെ ഒരുവിധം പുള്ളിയെ ഉടുപ്പ് മിക്കറൊക്കെ ഒന്ന് ഇടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് കയ്യും കാലും ഒന്ന് കഴുകി കാണിച്ചാൽ മതി, വെറുതെ എന്തിനാണ് യൂട്യൂബ് ദേവതയുടെ ശാപം ഏറ്റുവാങ്ങുന്നത്. ഏതായാലും പുള്ളി ദേ കുറച്ച് ബ്ലാക്ക് സോപ്പ് ഒക്കെ എടുത്ത് ആ ഇഞ്ചയിലോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച്. ഏതായാലും കരി കൊണ്ടുണ്ടാക്കിയ ഈ ബ്ലാക്ക് സോപ്പ് നല്ല കിടു ഐറ്റമാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ്. ഇത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് നല്ല പളപളാന്ന് തിളങ്ങുമെന്നാണ് പുള്ളി പറയുന്നത്.